Hello friends, welcome back to my YouTube channel. This is Binaga and you're watching Bubble and Blue Vlogs. So friends, today we are going to learn biology. The first lesson is that life mysterious in little chambers. You know the Malayalam meaning of chambers? It is cell, kosham. See one picture in here. What is that? One teacher is there. It's a classroom. So one teacher is there and some students. So you can see one boy is standing here. What he is doing? Yes, he is observing. He is observing through microscope. Yeah. So there is one conversation between them. So all of you read that. By reading, you can understand what they are talking about. Here you can see one picture. What is that? It's a microscope. Yeah. As so there is one activity on your textbook. You need to identify the parts of the microscope. Eh? So these are the parts of microscope. Okay, so in here this part is known as eyepiece. So the next part is this. You can see the two thing in the this. You can see that it is known as knobs. Okay, then next one is this. What is it? It's a lens. We call it as objective lens. Okay, then next is this one, this so it is a stage. Okay, stage. ഈ ബ്ലാക്ക് കളറിലിരിക്കുന്ന സാധനത്തിനെയാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. Then there is a pin also. Then there is a pin also. What is that? Stage and clip. It is stage and it is clip. So then next one is that in under of the stage you can see one thing. What is that? It is condenser. Then next, this is mirror. Okay, all of you see mirror? നിങ്ങൾ mirror കണ്ടിട്ടുണ്ടോ? Did you see mirror? Yes. So all of you mark it in your textbook. Then the function of a microscope is to magnify objects. എന്താണ് ഈ വസ്തുക്കൾ എന്താണ് വലുതാക്കി കാണിക്കലാണല്ലോ എന്ത് ഈ മൈക്രോസ്കോപ്പിൻ്റെ ധർമ്മം അല്ലേ? അതുപോലെ തന്നെ എന്താണ് ലെൻസ് ആർ ഫിക്സഡ് ഇൻ ദി മൈക്രോസ്കോപ്പ് ഫോർ ദി പർപ്പസ്. എന്താണ് ഇതിനായി തന്നെയാണ് എന്ത് മൈക്രോസ്കോപ്പിൽ ഈ ലെൻസൊക്കെ ഇല്ലേ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. നെയിം ദി പാർട്സ് വേർ ലെൻസ് ആർ ഫിക്സഡ്. ആ ഭാഗങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാമാണ് ആ ഭാഗങ്ങൾ, അതിൻ്റെ പേരെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ്, പിന്നെ കണ്ടൻസർ. ഈ ഐ പീസിലും ഒബ്ജക്റ്റീവ് ലെൻസിലും കണ്ടൻസറിലും എന്താണ് ഈ ലെൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു ഏതാണ് ഐ പീസ്, ഏതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്, അതുപോലെ തന്നെ ഏതാണ് കണ്ടൻസർ എന്നും. ഏതാണ് ഐ പീസ്? ഇതാണ് ഐ പീസ്. അപ്പോൾ അവിടെ എന്താ നമുക്കൊരു വെള്ള കളർ
ഒരു ഇത് കാണാൻ പറ്റുന്നില്ല, ഒരു സർക്കിൾ ഇതിൽ. We can see one white color on the, that is lens. Okay, then here it is objective lens. ഇതെന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് അതിൽ തന്നെയുണ്ട് ആ ലെൻസ് എന്ന പേര്. അപ്പോൾ ഇതൊരു ലെൻസാണ്. 3 എണ്ണം ഉണ്ടാകും, ചിലതിൽ 2 എണ്ണം, 1 എണ്ണം, 3 എണ്ണം ഉണ്ടാവും. അപ്പോൾ then next condenser. So it is condenser. അപ്പോൾ ഇതാണ് condenser. Okay. So we identify the lens on eyepiece, objective lens and condenser. So all of you write in your textbook in a point wise. Okay. Then next one is that arrangement of light in a microscope. മൈക്രോസ്കോപ്പിലെ പ്രകാശ ക്രമീകരണം. In the microscope, the part fixed below the stage is to reflect light on the material to be observed. എന്താണ് ഇവിടെ പറയുന്നത്? മൈക്രോസ്കോപ്പിലെ സ്റ്റേജിനു താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിഫലിപ്പിക്കാനുള്ളതാണ്. പിന്നെ അടുത്തത് എന്താണ്? ദിസ് അറേഞ്ച്മെൻറ്റ് വിച്ച് ഈസ് ഫിക്സഡ് ഇൻ എ മെറ്റൽ റിംഗ് ഹാസ് 2 പ്ലെയിൻസ്. എന്താണ് പറയുന്നത്? ഒരു ലോഹവളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിന് 2 തലങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എ പ്ലെയിൻ മിറർ ടു റിഫ്ലക്ട് സൺലൈറ്റ് and concave mirror to reflect artificial light. അപ്പോൾ എന്താണ് ഇവിടെ? സൂര്യപ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്തിലാണ്? പ്ലെയിൻ മിററിലാണ്. പിന്നെയോ കോൺകേവ് മിറർ, അതിലെന്താണ്? കൃത്രിമ പ്രകാശം. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ട്യൂബ് ലൈറ്റ്. അതുപോലത്തെ ട്യൂബ് ലൈറ്റിൻ്റെ ഒക്കെ ലൈറ്റില്ലേ, അതൊക്കെ ഏത് മിററിലാണ്? കോൺകേവ് മിററിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കാം. ദി ലെൻസ് ഇൻ ദി കണ്ടൻസർ ദാറ്റ് ഈസ് ഫിക്സഡ് ഓൺ ദി ലോവർ സൈഡ് ഓഫ് ദി സ്റ്റേജ് ഫോഴ്സസ് ലൈറ്റ് ഓൺ ദി മെറ്റീരിയൽസ് ടു ബി ഒബ്സർവ്ഡ്. ഇവിടെ എന്താ പറയുന്നത്? സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ എന്താ ചെയ്യുന്നത്? നിരീക്ഷണ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. Then next diagram. A part of the condenser help to regulate the intensity of light. എന്താ ഇവിടെ പറയുന്നത്? കണ്ടൻസറിലെ ഒരു ഭാഗമാണെന്ത്? ഡയഗ്രാം എന്നത്. അത് എന്തിനാ ഉപയോഗിക്കുന്നത്? എന്തിനാ സഹായിക്കുന്നത്? പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ വേണ്ടിയാണ്. You can see one picture in here. This 2 picture is of objective lens. ഒബ്ജക്റ്റീവ് ലെൻസിന് ആ മാഗ്നിഫിക്കേഷൻ പവർ നൽകുന്ന ആ ലെൻസാണ് ഈ 2 എണ്ണം. ഈ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മീൻസ് ഓഫ് മാഗ്നിഫിക്കേഷൻ പവർ? ആവർത്തന ശേഷി. ഓക്കെ. സോ ഹിയർ ഈസ് one paragraph of it. The magnification power of objective lens are marked as 10x and 45x. എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ആവർത്തന ശേഷി മാഗ്നിഫിക്കേഷൻ പവർ എത്രയാണ്? 10x അതുപോലെ തന്നെ 45x.
Such making can be seen in eyepiece too. എന്താണ് ഇതുപോലത്തത് എന്താണ് ഐ പീസിലും ഇതുപോലെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. The magnification power of a microscope is the result of multiplying the numbers seen in the objective lens and the eyepiece. എന്താണ് ഈ മൈക്രോസ്കോപ്പിലെ ആവർത്തനശേഷി എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ പവർ. അതെന്താണ് ഈ ഒബ്ജക്റ്റീവ് ലെൻസിലും ഐ പീസിലും ഉള്ളതാണ്, സെയിം ആണ്. അതിൽ നൽകിയിരിക്കുന്ന ഈ 10x 45x എന്തിലും മാർക്ക് ചെയ്തിട്ടുണ്ട്? ഈ ഒബ്ജക്റ്റീവ് ലെൻസിലും ഐ പീസിലും മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് മൈക്രോസ്കോപ്പിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും പാർട്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റ്, മൈക്രോസ്കോപ്പിലെ ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് പഠിച്ചു. പിന്നെയോ നമ്മൾ ദി മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് മൈക്രോസ്കോപ്പ് അത് നമ്മൾ പഠിച്ചു. പിന്നെയോ അതുപോലെ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസിലും പിന്നെ ഐ പീസിലും 10x 24x മാഗ്നിഫിക്കേഷൻ പവറുള്ള ലെൻസ് ഉണ്ടെന്നും പഠിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ബൈ.